നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ആകർഷണീയമായിട്ട് അല്ലെങ്കിൽ ഗൗരവമായി തോന്നിയത്, ഗൗരവ ചിന്തയ്ക്ക് വിധേയമാക്കേണ്ടതായി തോന്നിയത് ഇതിൻ്റെ ടൈറ്റിലാണ്. കാശ്മീർ ഒരു ഉണങ്ങാത്ത മുറിവെന്നുള്ള രീതിയിൽ. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം അത്രത്തോളം മുറിവ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രക്തം ഇറ്റിറ്റ് വീഴുന്ന ഒരു മുറിവാണ്. ഈ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, സുൾഫിക്കർ അലി ഭൂട്ടോ ഈ 1971 യുദ്ധത്തിന് ശേഷം വളരെ അപമാനിതനായി ഷിംല അഗ്രിമെൻറ്റിലേക്ക് ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞത്, ഞങ്ങൾ ഇനി പുല്ല് തിന്നാലും ഈവൻ ഇഫ് വി ഈറ്റ് ഗ്രാസ് വി വുഡ് മേക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ആൻഡ് വി വിൽ ബ്ലീഡ് ഇന്ത്യ ഇൻ 1000 കട്ട്സ്. ഞങ്ങൾ 1000 ചെറിയ മുറിവുകളിലൂടെ ഇന്ത്യയെ ഇങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കും. കാരണം അങ്ങനെ പറയാനുള്ളത് കാരണം അത് സാധ്യമാകുമോ എന്നതിനേക്കാൾ ഉപരിയായി അത്രത്തോളം അപമാനകരമായ ഒരു രംഗമായിരുന്നു 1971 ശേഷം അതിനുണ്ടായ സിംല അഗ്രിമെൻറ്റിലെ കരാറും അന്ന് കരാർ ഒപ്പിടുന്ന സാഹചര്യങ്ങളുമൊക്കെ. അപ്പോൾ അങ്ങനെ വളരെയേറെ പ്രശ്നസങ്കീർണമായ പരിഹാരം ഉണ്ടെന്ന് ആർക്കും ഒരു ഉറപ്പുമില്ലാത്ത ഒരു പ്രശ്നമായിട്ടാണ് കാശ്മീർ ഇന്ന് നിലകൊള്ളുന്നത്. എനിക്ക് തോന്നുന്നത് അതിനെ പാകിസ്ഥാൻ കാണുന്നത് ദി അൺഫിനിഷ്ഡ് അജണ്ട ഓഫ് പാർട്ടീഷൻ എന്നാണ്. പാർട്ടീഷൻ, കാശ്മീർ പാകിസ്ഥാനോട് ചേരാതെ ഒരിക്കലും പാർട്ടീഷൻ പൂർണ്ണമാകുന്നില്ല. അതിനവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ന്യായങ്ങളുമുണ്ട്. ഇത് സൂചിപ്പിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്ന രീതിയിലുള്ള മോറൽ പ്രിൻസിപ്പിൾസ് ഒന്നും പ്രാക്ടീസ് ചെയ്യാറില്ല. അത് പൊളിറ്റിക്സിലും വളരെ കുറവാണ്. സോ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പെർട്ടിക്കുലർലി when there are questions of power struggle and power accumulation, morality assumes secondary position. So it has its own rules, it has its own norms, and even war is considered as an instrument of state policy. War is also considered as a mechanism to protect national interest. So we fight wars, we engage in struggles to protect our interest. And in wars, there is no morality, or whatever we apply in our individual social relationship in the context of domestic politics are quite irrelevant, or should never try to judge the behavior of states on the basis of moral principles, because they have a different set of moral principles. അത്തരത്തിലുള്ളൊരു സമീപനം വളരെ ശരിയായിരുന്ന ഒരു സാഹചര്യമാണ് കാശ്മീരിനെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടത്. ആരും അവിടെ ഒരു മോറൽ പ്രിൻസിപ്പിൾസും കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് പെരുമാറുന്ന ഒരു സാഹചര്യം അവിടെയില്ല. അതൊരു പവർ സ്ട്രഗിളിൻ്റെ ഒരു കോണ്ടെക്സ്റ്റാണ്. ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് പവർ സ്ട്രഗിൾ. പൊളിറ്റിക്സിലെ നമ്മുടെ ദേശീയ രാഷ്ട്രീയമല്ല, അന്താരാഷ്ട്രീയത്തിൽ പവർ സ്ട്രഗിൾ ടു ഗെറ്റ് മോർ പവർ, അതൊരു വലിയ രാഷ്ട്രങ്ങളുടെ ഒരു വലിയ പ്രവർത്തന രീതിയാണ്, ഒരു അപ്രോച്ചാണ്. അത് വളരെ ശരിയെന്ന് വിശ്വസിക്കുന്നവരുമാണ്. അങ്ങനെ ലോകത്ത് ഏത് വലിയ രാജ്യത്തിൻ്റെ ചരിത്രം നമ്മളെടുത്താലും അതെല്ലാം വലിയ രാജ്യങ്ങളായിട്ടുള്ളത് ഇറ്റ് വാസ് ത്രൂ കോൺകസ്റ്റ് ആൻഡ് എക്സ്പാൻഷൻ. വെദർ ഇറ്റ് ഈസ് ബ്രിട്ടീഷ് എംപയർ, whether it is the Americans, whether any other country who gained something in their relationship to neighbors, war has been a very critical factor. വാറിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് അതിലൊരു വലിയ പങ്കുണ്ട്. അത് വലിയ രീതിയിൽ അംഗീകരിക്കാത്തൊരു രാജ്യമാണ് ഇന്ത്യ. നമ്മളങ്ങനെ ഒരു വാർ മോങ്കറിങ് രാജ്യം ആയിരുന്നില്ല ഒരിക്കലും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അടിസ്ഥാന പ്രിൻസിപ്പിൾസും കൂടെ ഈ കാശ്മീർ എന്ന് പറയുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി ഞാൻ വെക്കുകയാണ്. അതുകൊണ്ട് പലതും വാട്ട് ഈസ് മോറലി റൈറ്റ്, അത്തരത്തിൽ ഇതിനെ ചോദ്യം ചെയ്താൽ നമുക്ക് ഈ പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കാൻ പലപ്പോഴും കഴിയാതെ വരും. കാശ്മീരിൻ്റെ ചരിത്രത്തിലൂടെ പോയാൽ മാത്രമേ അതിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയുടെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. കാശ്മീരിനെ കുറിച്ചുള്ള പരാമർശനങ്ങൾ 3000 BC-യിലൊക്കെ കൽഹാൻ്റെ രാജതരംഗണിയിലൊക്കെ ഉണ്ട്. ആ കാലത്തത് സാൻസ്ക്രിറ്റിൻ്റെയും
ഹിന്ദു സിവിലൈസേഷൻ്റെയൊക്കെ വലിയ സെൻറ്റേഴ്സായിരുന്നു. എംപറർ അശോകനാണ് ഇതിന് ശ്രീനഗർ എന്നുള്ള പേര് തന്നെ നൽകുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ പുരാണത്തിൽ ശിവഭക്തിയുടെ അത് രാഷ്ട്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ചെല്ലുന്നതിൻ്റെ ഒരു വലിയ സോഴ്സാണ്. അവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആദിശങ്കരൻ 9-ാം നൂറ്റാണ്ടിൽ അവിടെ എത്തുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആദിമകാലത്ത് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു വലിയ സെൻറ്ററായിരുന്നു. ഒരു സംസ്കൃതിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും പിന്നീട് ടിബറ്റൻ കൾച്ചറിൻ്റെയും ഒക്കെ ഒരു സെൻറ്ററായിരുന്നു അത്. ആ ഒരു അവസ്ഥ 14-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഉള്ളൂ. 14-ാം നൂറ്റാണ്ടോടുകൂടി Islam became the dominant religion of the region. There were rulers from Afghan in the initial stages and then മുഗൾസും അവിടെ ഭരിക്കുകയാണ്. 14-ാം നൂറ്റാണ്ട് മുതൽ ഒരു 18-19 നൂറ്റാണ്ട് വരെ ബ്രിട്ടീഷുകാരുടെ അറൈവൽ വരെയൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് ഇവിടെ പോകുന്നത് വരെ അത് മുഗൾസിൻ്റെയും അഫ്ഗാനിലുള്ള രാജാക്കന്മാരുടെയും കയ്യിലായിരുന്നു. അതിനുശേഷം ഈ there was a treaty 1846 treaty by the Amritsar treaty. ആ ട്രീറ്റി പ്രകാരം കാശ്മീർ അവിടുത്തെ ഒരു സിഖ് രാജാവിന് കൈമാറുകയാണ്. ആ സിഖ് രാജാവിൽ നിന്ന് കൈമാറി വന്നിട്ടാണ് 1925 രാജാ ഹരിസിംഗ്. നമ്മൾ ഹരിസിംഗിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ നമ്മൾ സൈൻ ചെയ്യുന്നത് രാജാ ഹരിസിംഗുമായിട്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു 3000 വർഷങ്ങൾക്ക് തുടങ്ങി വിവിധ ചരിത്രഘട്ടങ്ങളിലൂടെ സംസ്കാരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ഭൂമി. അപ്പം കാശ്മീരിനെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ നമ്മൾ പറയും അവിടെ ഒരു ഇറ്റ് സെലിബ്രേറ്റ്സ്. കാരണം അവിടെ കാശ്മീരി പണ്ഡിറ്റ്സ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, സിഖുകാരുണ്ട്, ടിബറ്റൻസ് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ വിവിധ ജാതി മത വിഭാഗങ്ങളിൽ പെട്ടവരുടെ ഏകദേശം 50ഓളം ഭാഷ ഈ കാശ്മീരിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ദോഗ്രി അല്ലെങ്കിൽ അതുപോലെയുള്ള ഉറുദു പ്രധാനപ്പെട്ട, അതിനപ്പുറത്ത് ഇവരെല്ലാം പല ട്രൈബൽ ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിലുള്ള സ്വാത്ത് വാലിയിലെ ആൾക്കാർ 13-14 നൂറ്റാണ്ടുകളിൽ ജമ്മു കാശ്മീരിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ട് അവിടെ, സുരീന്ദർ സിംഗ് എന്നാണ് പേര്. അയാൾ ഒറിജിനലി അഫ്ഗാനിയാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അങ്ങനെ ആ പ്രദേശത്തിൻ്റെ ഒരു കൾച്ചർ നമുക്ക് കാണാം. അതൊരു കാലഘട്ടത്തിൽ, ഇപ്പോഴും നമ്മൾ അതിനെ പറയും കാശ്മീരിയത്ത് എന്നൊക്കെ പറയുമ്പം കോമ്പോസിറ്റ് കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു ആശയം വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കാശ്മീരിൻ്റെ ആ സ്വഭാവത്തിന് വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോമ്പോസിറ്റ് കൾച്ചറിനെ ഒന്നും വലിയ രീതിയിൽ അത് പ്രതിനിധാനം ചെയ്യുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെയുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഡിവിഷൻസ്, പ്രത്യേകിച്ചും മതപരമായിട്ടുള്ള ഡിവിഷൻ വളരെ വലുതാണ്. ഇപ്പോഴത്തെ സംഘർഷത്തിൻ്റെ ഒരു പ്രധാന കാരണവും അതുതന്നെയാണ്. അതുപോലെ നമ്മൾ ഒരു കാര്യം, ഈ കാശ്മീർ ഇന്നിപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കാശ്മീരിന് തന്നെ 3 റീജിയൻസ് ഉണ്ട്. അതിൽ കാശ്മീർ വാലി എന്ന് പറയുന്നതാണ്. അവിടെ ആ ഭൂപ്രദേശം ഏകദേശം 10-26% കാശ്മീരിൻ്റെ മൊത്തം. അവിടെ അതിൽ 52% ജനങ്ങളും ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീരിലെ 52% ജനങ്ങൾ അവിടെയാണ്, കാശ്മീർ വാലിയിലാണ്. അതിൽ 95% കാശ്മീർ വാലിയിൽ മുസ്ലിംസാണ്. പിന്നീട് ജമ്മു റീജിയനിലാണ് അവിടെ ആ പ്രദേശത്തിൻ്റെ 45% ജനങ്ങൾ, അവിടെ ഭൂരിഭാഗം ഹിന്ദുക്കളാണ്. എന്നാൽ 10-15-20% മുസ്ലിംസും ഉണ്ട് ജമ്മു കാശ്മീരിൽ. ഈ പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം വലിയ രീതിയിൽ ജമ്മുവിലുണ്ടായിരുന്നു. ജമ്മു യൂണിവേഴ്സിറ്റിയുടെ മുമ്പിലൊക്കെ പാർക്ക് ചെയ്തിരുന്ന ഒത്തിരി വാഹനങ്ങൾ കാശ്മീർ വാലിയിൽ നിന്നുള്ളവയാണ്. അപ്പം അതിന് നേരെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘർഷം അവിടെയുണ്ട്. കൂടാതെ പിന്നെ നമ്മൾ ലഡാക്ക് എന്ന് പറയുന്നത്, അത് ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീരിൻ്റെ 3% മാത്രമേ ഉള്ളൂ ജനസംഖ്യ. പക്ഷേ അതിൻ്റെ 55% ഭൂപ്രകൃതി ലഡാക്കാണ്, ഭൂപ്രദേശം. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് ജനവാസമില്ലാത്ത ഹിമാലയൻ ഹൈ റേഞ്ചസാണ്. അപ്പം അങ്ങനെ ഒരു വശം. ഇത് ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീരാണ്. വേറൊരു കാശ്മീർ നമ്മൾ ഈ പറയുന്നത് പോലെ POK, അത് കാശ്മീരിൻ്റെ മൊത്തം പ്രദേശം എടുത്തു കഴിഞ്ഞാൽ അതിന് 35% വരും. ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീർ 45%. 35% ഈ പാകിസ്ഥാൻ്റെ കീഴിലുള്ള, അത് കാശ്മീർ, ബാൾട്ടിസ്ഥാൻ ഇങ്ങനെയുള്ള 2 റീജിയൻ ചേർന്നിട്ടാണ് ആ പ്രദേശമുള്ളത്. കൂടാതെ ഒരു 20% പ്രദേശം, പൊതുവേ നമ്മളതിനെ അക്സായ് ചിൻ എന്ന് പറയും, അത് ചൈനയുടെ കൈവശമാണ്. അതിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറിയതാണ്.
ഒരു ഘട്ടത്തിൽ. അപ്പോൾ കാശ്മീർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ കാശ്മീരിനെ നമ്മളൊരു പ്രത്യേക ജോഗ്രഫിക്കൽ റീജിയനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 45% ഇന്ത്യയോടും 35% പാകിസ്ഥാനിലും 20% ചൈനയുടെ കയ്യിലുമാണ്. അത് കുറച്ച് 62-ലെ യുദ്ധത്തിലും പിന്നീട് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് പ്രകാരം അവർ കൊടുത്തിട്ടുണ്ട്. 65-ൽ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഈ അക്സായി ചിന്നിലുള്ള ഒരു വലിയ എയർപോർട്ട് മൊത്തത്തിൽ ചൈനയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ അതിന് തന്ത്രപരമായിട്ടുള്ള വലിയ പ്രാധാന്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം ഇങ്ങനെയൊരു ഭൂപ്രകൃതി, ഇങ്ങനെയൊരു ജനസ്വഭാവം, അത് ഈ 14-ാം നൂറ്റാണ്ടിലൊക്കെ അവിടെ സൂഫി ഇസ്ലാമായിരുന്നു. സൂഫിസം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ കോമ്പോസിറ്റ് ആയിരുന്നു, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഹിന്ദു സമൂഹത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹൈന്ദവ ദൈവങ്ങളെയൊക്കെ അവർ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന സൂഫി ട്രഡീഷൻ, സൂഫി വര്യന്മാരെ തിരിച്ച് ഹിന്ദുക്കളും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നമ്മുടെ ശിവലിംഗവുമായി ബന്ധപ്പെട്ട യാത്രയിലൊക്കെയുള്ള ആ സഹകരണമൊക്കെ അന്നുണ്ടായ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. എന്നാൽ പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യ സമര ഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ശ്രീനഗറിനെ, ജമ്മു കാശ്മീരിനെ പരിശോധിച്ചാൽ വലിയ രീതിയിൽ അവർ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ 1925-30കളിൽ തന്നെ അവിടുത്തെ രാജാവ് ഹരിസിംഗിനെതിരെ, അതൊരു ഹിന്ദു രാജാവാണെന്നുള്ളത് കൊണ്ട്, അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ട് ഈ രാജാവിനെതിരെ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 1931-ൽ അവിടെ അത്യാവശ്യം ഒരു ചെറിയ കാര്യമായൊരു പ്രതിഷേധ പ്രകടനവും അതിൽ 10-26 ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. രാജഭരണം അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന ചാലകശക്തിയായിട്ട് നിന്നത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനസഞ്ചയത്തിന് ഒരു ഹിന്ദു രാജാവിൻ്റെ കീഴിൽ തുടരാൻ ആഗ്രഹമില്ല എന്നുള്ള ഒരു വശം 30കളിലാണ്. ആ സമയത്ത് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെടും എന്നുള്ള ചർച്ചകളൊക്കെ സജീവമായി വരുന്ന കാലഘട്ടം കൂടിയാണത്. അപ്പം അങ്ങനെയുള്ളൊരു റിലീജിയസ് ഓറിയൻറ്റേഷൻ ഈ 30കളിൽ തന്നെ കാശ്മീരിലുണ്ട്, പ്രത്യേകിച്ചും വാലിയിൽ. പിന്നീട് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരുന്നു. ആ ആക്ട് പ്രകാരം ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങൾക്ക് പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ചേരാം, അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ള, ഇന്ത്യയിൽ ചേരാം, പാകിസ്ഥാനിൽ ചേരാം, സ്വതന്ത്രമായി നിൽക്കാം. അപ്പോൾ ശരിക്കും ഈ രാജാ ഹരിസിംഗിന് എതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ട്. അതിന് നേതൃത്വം നൽകിയത് നമ്മൾ ഇന്നത്തെ ഒമർ അബ്ദുള്ളയുടെ ഗ്രാൻഡ് ഫാദറായിട്ടുള്ള കാശ്മീരിൻ്റെ സിംഹം എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുള്ളയാണ്. ഷെയ്ഖ് അബ്ദുള്ള ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അന്ന് അദ്ദേഹം യുണൈറ്റഡ് മുസ്ലിം ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി. അത് അന്ന് അവിടെയുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു കൂട്ടായ ഒരു യുണൈറ്റഡ് ഫോറമായിരുന്നു, മുസ്ലിം യുണൈറ്റഡ് കൗൺസിൽ. അതിൻ്റെ നേതാവായൊക്കെ ആയിട്ട് നിന്ന് അവരാണ് 1930-ലെ ക്വിറ്റ് കാശ്മീർ, രാജാവ് കാശ്മീർ വിട്ടുപോകണമെന്നുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഒക്കെ നടത്തുന്നത്. അപ്പം അങ്ങനെ ഈ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നപ്പോൾ രാജാവിന് തന്നെ സംശയമായി എന്ത് ചെയ്യണം. ദ റിയൽ ഇൻട്രസ്റ്റ് ഓഫ് ദി കിങ് വാസ് ടു റിമെയിൻ ഇൻഡിപെൻഡൻറ്റ്, ബിക്കോസ് he was not in, though the majority population was Muslims, he was not in favor of joining Pakistan. അങ്ങനെയുള്ള തീരുമാനം എടുക്കുന്നതിൽ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ റിലീജിയസ് ഐഡൻറ്റിറ്റി കൂടിയായിരുന്നു. കാരണം പാകിസ്ഥാനിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ രാജാവിന് ഒരു രീതിയിലുള്ള സ്വാധീനവും ഇല്ലാതാകുമെന്നുള്ള ഒരു ആശയമുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ആണ് ഈ രാജാവ് ശരിക്കും പറഞ്ഞാൽ തീരുമാനമെടുക്കുന്നത് വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ജിന്ന ഇതിനെ കണ്ടത് കാശ്മീർ പാകിസ്ഥാനോടൊപ്പം ചേരണം. കാരണം അതിൻ്റെ ന്യായമായി അവർ പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേരണമെന്നുള്ള നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ്. ഹൈദരാബാദ് വരെ പാകിസ്ഥാനിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാകും എന്നാണ് ജിന്ന വിശ്വസിച്ചിരുന്നത്. ആൻഡ് ഹി സെഡ് ദാറ്റ് കാശ്മീർ ഈസ് എ ബ്ലാങ്ക് ചെക്ക് ഇൻ മൈ പോക്കറ്റ്, ഐ ക്യാൻ ടേക്ക് ഇറ്റ് അറ്റ് എനി ടൈം എന്നുള്ളതായിരുന്നു ജിന്നയുടെ ചിന്ത. കാരണം ജിന്ന ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഇടപെടലുണ്ടാകുമെന്നും രാജാവ് ഈ നിലപാട് സ്വീകരിക്കുമെന്നുമൊക്കെ. ആ സമയത്ത് തന്നെ അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെയും ആഗ്രഹം സ്വതന്ത്രമായി നിൽക്കണമെന്ന് തന്നെയായിരുന്നു. ഒരു ഇന്ത്യയിൽ ചേരുന്നതിനെക്കുറിച്ച്
അങ്ങനെ ഗൗരവമായി ആലോചിച്ചിട്ടില്ല. 1956 ജയപ്രകാശ് നാരായണൻ കാശ്മീരൊക്കെ സന്ദർശിച്ചതിന് ശേഷം എഴുതിയ ഒരു ലെറ്ററുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് അവിടുത്തെ 95% ആൾക്കാർക്കും കാശ്മീർ പാകിസ്ഥാനോടൊപ്പം ചേരണം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കണം. ഈ ആഗ്രഹമാണ് അന്നേ ഉള്ളത്. അന്ന് അവിടെ സന്ദർശിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പ്രാൻസ്റ്റൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹവും പറഞ്ഞത് അത് പാകിസ്ഥാനോടൊപ്പം ചേർന്നില്ലെങ്കിൽ ഭാവിയിൽ ഒരു വലിയ പ്രശ്നമായി അത് നിലനിൽക്കുമെന്നാണ് അയാളുടെ റീഡിങ്. അങ്ങേരെ ആ റീഡിങ് എടുത്തത് അന്ന് കാശ്മീരിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ മിഷണറീസ്, ബ്രിട്ടീഷ് മിഷണറീസ് ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ ഒരു ഫീഡ്ബാക്കും ഇത് പാകിസ്ഥാനിൽ ചേരണമെന്നാണ് അവരുടെ ജനങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഒരു രാജ്യത്തിൻ്റെ തീരുമാനങ്ങളിൽ ജനങ്ങളുടെ ഇഷ്ടം പലപ്പോഴും അതിൻ്റെ രാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാറില്ല. തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത് എപ്പോഴും ഹയർ ലെവലിലായിരിക്കും. അത് ചിലപ്പോൾ ജനങ്ങളുമായിട്ട് ബന്ധം വേണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെ രാഷ്ട്രീയമായൊരു ചിത്രമാണ്. ശരിക്കും ആ സാഹചര്യത്തിൽ നെഹ്റു ഇതിനെ കണ്ടത് വേറൊരു രീതിയിലാണ്. നെഹ്റുവിന് കാശ്മീർ, ഐ വാണ്ട് കാശ്മീർ വിത്ത് ഇന്ത്യ. ഞാൻ പുള്ളിക്ക് പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. ചിലർ പറയുന്നത് കാശ്മീർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു വന്ന സ്ഥലമാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ നിന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശയത്തിലാണ്. ആദ്യഘട്ടത്തിൽ പട്ടേലിൻ്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനും ആരും തന്നെ ഇത് ഇന്ത്യയോട് ചേരുമെന്നുള്ളൊരു ആശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ കാശ്മീരിൽ ചേരുക, പാകിസ്ഥാനിൽ ചേരുക എന്നുള്ളൊരു ആശയമാണ് അന്ന് നിലനിൽക്കുന്നത്. പക്ഷേ ഈ രാജാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതും ഷെയ്ഖ് അബ്ദുള്ളയെ നെഹ്റു സ്വാധീനിക്കുന്നു നല്ല രീതിയിൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോമ്പോസിറ്റ് കൾച്ചറും, പിന്നീട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് തുല്യമായ, ഇതാണ് അവിടെ ക്രിട്ടിക്കലായിട്ടുള്ള ഫാക്ടർ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിന് തുല്യമായിട്ടുള്ള സെൽഫ് ഗവേണിംഗ് റൈറ്റ്സ് തരും. പാകിസ്ഥാനികളാണെങ്കിൽ അത് കിട്ടത്തില്ല. മാത്രമല്ല ഷെയ്ഖ് അബ്ദുള്ളയും ജിന്നയുമായിട്ട് നല്ല ബന്ധമില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ തുടർന്ന് ഭരണാധികാരിയാക്കി നിയമിക്കൂ എന്നുള്ള ധാരണയും ഷെയ്ഖ് അബ്ദുള്ളയ്ക്കില്ല. അതുകൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള നെഹ്റുവിൻ്റെയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ പ്രോമിസിലാണ് ശരിക്കും ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യയോട് ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുവാനുള്ള കാരണം സ്വാതന്ത്ര്യത്തിന് തുല്യമായ സ്വയംഭരണാവകാശം നിങ്ങൾക്ക് തരും, നിങ്ങളൊരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കും. 3 കാര്യങ്ങളിലൊഴിച്ച്, വിദേശകാര്യം, പ്രതിരോധം, കമ്മ്യൂണിക്കേഷൻസ്, ഈ 3 വിഷയങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും യു വിൽ ബി ലൈക്ക് ആൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രി. ഷെയ്ഖ് അബ്ദുള്ള ഫൗണ്ട് ഇറ്റ് വെരി അട്രാക്റ്റീവ്. ആൻഡ് ദെൻ he also sided with the king that അങ്ങനെ ഈ ചർച്ചകൾ ഇങ്ങനെ സജീവമാകുന്ന സമയത്താണ് അവിടുന്ന് ട്രൈബൽ ഇൻവേഷൻ ഉണ്ടാകുന്നത്. കാരണം പാകിസ്ഥാൻ അതിനെക്കുറിച്ചുള്ള, പാകിസ്ഥാൻ കുഡ് സ്മെൽ ഇറ്റ്. അപ്പം അങ്ങനെ ഉള്ള ഒരു സമയത്താണ് പാകിസ്ഥാനിൽ നിന്ന് ട്രൈബൽ ഇൻവേഷൻ വരികയും, ആ ട്രൈബൽ ഇൻവേഷൻ്റെ സമയത്ത് അതിൽ നമുക്ക് ഇന്ത്യക്ക് പറ്റിയ ഒരു അബദ്ധം, ഞാൻ ഈ ഇന്ത്യക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് മൊറാലിറ്റി ഹാസ് നോ റോൾ. If you want to become a great power, you will have to engage in war, conquest. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സർവ്വസാധാരണമാണ്. അപ്പം അന്ന് നെഹ്റുവും മൗണ്ട് ബാറ്റനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ചു കാലം നമ്മുടെ ഗവർണർ ജനറലായിട്ട് തുടരുകയും നമുക്കൊരു ഡിഫൻസ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ ഡിഫൻസ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ളത് മൗണ്ട് ബാറ്റനായിരുന്നു. അപ്പോൾ ഈ ട്രൈബൽ ഇൻവേഷൻ വരുന്ന സമയത്ത് നമ്മൾക്ക് നമ്മുടെ മിലിറ്ററി അങ്ങോട്ട് അയക്കണമെങ്കിൽ മൗണ്ട് ബാറ്റൻ്റെ ഒരു ഉപദേശപ്രകാരം രാജാവ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഡയറക്ടർ മിലിറ്ററി വിട്ടാൽ നമുക്ക് പിന്നീട് അതിനൊരു നിയമസാധ്യത ഉണ്ടാകൂ എന്നുള്ള ആർഗ്യുമെൻ്റ് വയ്ക്കുകയും, അങ്ങനെ മൗണ്ട് ബാറ്റൻ്റെ സ്വാധീനത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യം പട്ടാളത്തെ അങ്ങോട്ട് ട്രൈബൽ ഇൻവേഷൻ ഉണ്ടായ സമയത്ത് തന്നെ വിടുന്നതിൽ താമസമുണ്ടായത്. അപ്പം മൗണ്ട് ബാറ്റനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടീഷൻ എഗ്രിമെൻറ്റിൻ്റെ പുള്ളി ആണ്, ഹി ഡിഡ് ഇറ്റ് ആൻഡ് ഹി ഡസ് നോട്ട് വാണ്ട് എ വാർ ഇൻ ദ കോണ്ടിനെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പാർട്ടീഷൻ. അപ്പോൾ അതൊരു ലെജിറ്റിമേറ്റ് ആയിട്ട് രാജാവ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർമിയെ വിടുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ലെജിറ്റിമേറ്റ് ആക്ട് ഓഫ് സ്റ്റേറ്റ് ബിഹേവിയർ. അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. പക്ഷേ ഈ 4-5 ദിവസത്തിനുള്ളിൽ ട്രൈബൽ ഇൻവേഷൻ എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ആർമി ഈ മുമ്പ് പറഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഏകദേശം 35% കൈക്കലാക്കിയാണ്. 35 അതിൽ കൂടുതലെടുത്ത്, അതിൽ കുറച്ച് സ്ഥലം പിന്നീട് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൈമാറി. അത് കൈമാറിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പിന്നീട് ഇതൊരിക്കലും
നമ്മുടെ കയ്യിൽ വരാതിരിക്കണമെങ്കിലും കാശ്മീർ എന്നുള്ളത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാക്കി മാറ്റുവാനും രാജ്യാന്തര തലത്തിൽ ചെയ്യുന്ന ഒരു തന്ത്രമാണ്. ഒരു പ്രദേശം കിട്ടിയാൽ വേറൊരു രാജ്യത്തിന് അത് കൈമാറുക. അപ്പോൾ പിന്നെ ഇറ്റ് ബിക്കംസ് വെരി കോംപ്ലിക്കേറ്റഡ്. മാത്രമല്ല അവിടെ ഒരു ടിബറ്റൻ കൾച്ചറിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് ചൈന ഓൾസോ ക്ലെയിംഡ് ദാറ്റ് റീജിയൻ. ഈവൻ നൗ ചൈന ക്ലെയിംസ് certain parts of Aksai-Chin. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ നമ്മുടെ മിലിറ്ററി അങ്ങോട്ട് അയക്കുന്നതിൽ കാലതാമസം വരുന്നതും രാജാവിൻ്റെ തീരുമാനപ്രകാരം. ശരിക്കും രാജാവിൻ്റെ താല്പര്യം മറ്റൊന്നുമല്ലായിരുന്നു. ഹി വാണ്ടഡ് മിലിറ്ററി സെക്യൂരിറ്റി ഫ്രം ഇന്ത്യ. അല്ലെങ്കിൽ രാജാവിനെ തടങ്കലിലാക്കുകയും ഈവൻ ഹി കുഡ് ഹാവ് ബീൻ അസാസിനേറ്റഡ് ബൈ ദി പാകിസ്ഥാൻ ആർമി ഹാഡ് ഹി ബീൻ ക്യാപ്ചേർഡ് ആൻഡ് ദെൻ ദി എൻ്റയർ കാശ്മീർ വുഡ് ഹാവ് ബീൻ വിത്ത് പാകിസ്ഥാൻ. രാജാവിൻ്റെ തീരുമാനം, ഷെയ്ഖ് അബ്ദുള്ളയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഉണ്ടായത്. അതിൽ ഇപ്പോൾ നെഹ്റുവിനെ കൂടുതലായി ബ്ലെയിം ചെയ്യുന്നത് ഈ കാലതാമസത്തിനാണ്. ആൻഡ് ദ ബേസിക് റീസൺ ഫോർ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് മൗണ്ട് ബാറ്റൻ. ആൻഡ് ഹി അഷ്വേർഡ് Nehru that later we can manage things with the UN intervention. And that was the reason why he took the issue to United Nations. And in the United Nations ഈ പ്ലബിസൈറ്റ് ഹിതപരിശോധന നടത്തി തീരുമാനിക്കാമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അവിടുന്ന് ഉണ്ടായത്. അപ്പോൾ അതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഈ UN തീരുമാനമൊക്കെ വന്നിട്ടൊന്നും ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. അതിലൊരു പ്രധാനപ്പെട്ട തീരുമാനം, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ റീജിയനെ ഡീമിലിറ്ററൈസ് ചെയ്യണമെങ്കിൽ പാകിസ്ഥാൻ ആർമി പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് മാറണം. എന്നിട്ടത് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ചെയ്യണമെന്നുള്ളതാണ്. UN-ൻ്റെയും ഇന്ത്യയുടെയും നേതൃത്വത്തിൽ അവിടെ ഒരു ഹിതപരിശോധന നടത്തണമെന്നുള്ളതാണ്. ഇനി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ആർമിയെ ആദ്യം POK എന്ന് പിൻവലിച്ചാൽ മാത്രമേ ഹിതപരിശോധനയ്ക്ക് UN-ൻ്റെ കീഴിൽ പ്രസക്തിയുള്ളൂ. അത് മാത്രമല്ല, ആ സമയത്ത് നെഹ്റുവും ഷെയ്ഖ് അബ്ദുള്ളയും ഒക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഇവർ രഹസ്യമായി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഹിതപരിശോധനയൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, പക്ഷെ അതൊന്നും പരസ്യമായി പറയണ്ട. പരസ്യമായി ഹിതപരിശോധന നടത്തുക എന്ന് തന്നെ പറയുക, ബട്ട് ഇറ്റ് വിൽ നെവർ ടേക്ക് പ്ലേസ്. നെഹ്റുവിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഇതുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളും യഥാർത്ഥ ഇൻറ്റൻഷൻസും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാകും. അപ്പം അങ്ങനെ അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ സൈൻ ചെയ്തതിനെക്കുറിച്ച് പാകിസ്ഥാൻ്റെ വിലയിരുത്തൽ, ഇത് ഇന്ത്യയുടെ ഒരു കോൺസ്പിറസി ആയിരുന്നു കാശ്മീരിനെ ഇന്ത്യക്ക് കിട്ടിയതെന്നാണ്. എ കോൺസ്പിറസി ബിറ്റ്വീൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മൗണ്ട് ബാറ്റൻ ആൻഡ് ദ മിലിറ്ററി ലീഡർഷിപ്പ് ഓഫ് ഇന്ത്യ. അങ്ങനെ അല്ലെങ്കിൽ ദി ആക്ട് ഓഫ് പാർട്ടീഷൻ്റെ ഇത് വെച്ച് അവരുടെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്, പാകിസ്ഥാൻ്റെ ന്യായം ഇതൊരു മുസ്ലിം മജോറിറ്റി റീജിയൻ ആയതുകൊണ്ട് വരണമെന്നുള്ളതാണ്. നമ്മുടെ ന്യായം, രാജാവ് അത് ഒപ്പിട്ടു, ഭരണാധികാരി ഒപ്പിട്ടു, അത് നിയമപരമായി നമുക്ക് കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ന്യായം. ഇത് രണ്ട് ആർഗ്യുമെൻസിനും അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഇത് പരിഹരിക്കപ്പെടാതെ ഒരു പ്രശ്നമായി കിടക്കുന്നത്. അതിന് ഈ AG നൂറാനി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ട് പറഞ്ഞിരിക്കുന്നത്, ആക്ച്വലി ദിസ് ഈസ് എ പ്രോബ്ലം ബിറ്റ്വീൻ കാശ്മീരി നാഷണലിസം ആൻഡ് ഇന്ത്യൻ നാഷണലിസം. ഇന്ത്യൻ ദേശീയതയ്ക്ക് കാശ്മീർ വേണമെന്നുള്ളത് ഇന്ത്യ ഒന്നായി നിലനിൽക്കുന്നതിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. ഇന്നിപ്പോൾ നമുക്ക് കാശ്മീരിനെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഹാസ് ബിക്കം ദ സിമ്പിൾ ഓഫ് ഇന്ത്യൻ യൂണിറ്റി, ഇന്ത്യൻ സ്ട്രെങ്ത്. അതുപോലെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കാശ്മീരി നാഷണലിസത്തിൻ്റെ വലിയ വികാരമാണ്. ഇന്ന് ആ കാശ്മീരി നാഷണലിസത്തിനൊരു ജിഹാദി നാഷണലിസത്തിൻ്റെ സ്വഭാവവും കൈവന്നിട്ടുള്ളത് കൊണ്ടാണ് അവിടുത്തെ സെപ്പറേറ്റിസ്റ്റ് പലപ്പോഴും പ്രോ പാകിസ്ഥാൻ സ്ലോഗൻസ് ഉന്നയിക്കുന്നത്. അപ്പം ഇങ്ങനെ എഗ്രിമെൻ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, സെൽഫ് റൂൾ അതാണ് ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ആവശ്യമായിട്ടുള്ളത്, 3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും. പക്ഷേ ഈ സെൽഫ് റൂൾ എന്ന് പറയുന്നത് ഒരിക്കലും കാശ്മീരിൽ ലഭ്യമാകുന്നില്ല. കാരണം അപ്പോഴും പിന്നെയും പാകിസ്ഥാനുമായി ചേരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ സംശയങ്ങൾ ഷെയ്ഖ് അബ്ദുള്ളയുടെ മനസ്സിലുമുണ്ട്. അങ്ങനെ 1952 ഒരു എഗ്രിമെൻ്റ് ഡൽഹിയുമായിട്ടുണ്ടാകുന്നു. ആ എഗ്രിമെൻറ്റിലാണ് നമ്മൾ ആർട്ടിക്കിൾ 370 കൊണ്ടുവരികയും അതിന് പ്രകാരം കാശ്മീരിന് പ്രത്യേകമായി പദവി കൊടുക്കുന്നത്. ഈ 3 കാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും കാശ്മീരിന് നിയമം നിർമ്മിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളവും ഡൽഹിയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ സ്വാതന്ത്ര്യത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കോൺകറൻറ്റ് ലിസ്റ്റ്, റെസ്യൂജറി പവേഴ്സ് എന്നിങ്ങനെല്ലാം ലിസ്റ്റുകളിലാക്കിയിട്ട്
ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ വീണ്ടും പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് അധികാരങ്ങൾ വരും. അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എമർജൻസി ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഗവർണറിൻ്റെ കീഴിൽ ഭരണം കൊണ്ടുവന്ന് ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും രീതിയിലുള്ള സെപ്പറേറ്റിസ്റ്റ് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും സെൻട്രലിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാനുള്ള പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിലുണ്ട്. ആ ഭരണഘടനാ പ്രൊവിഷൻസ് ഒന്നും തുടക്കത്തിൽ ജമ്മു കാശ്മീരിന് ബാധകമായിരുന്നില്ല. 3 കാര്യങ്ങളിലുള്ള ബാക്കി ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിലും ജമ്മു കാശ്മീരിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗീകരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഗവർണർ പോലും അവിടെ ഇല്ലായിരുന്നു. ഗവർണറുടെ പേര് വേറൊരു പേരായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് 52-ന് ഈ ഷെയ്ഖ് അബ്ദുള്ളയ്ക്ക് ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഭരണത്തിൻ്റെ ഭാഗമായും പാകിസ്ഥാനുമായും ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ബ്രിട്ടനോട് അങ്ങനെ നേരിട്ട് ലെറ്റേഴ്സൊക്കെ എഴുതി, വി വാണ്ടഡ് ടു ബി റിയലി ഇൻഡിപെൻഡൻറ്റ് ഓർ ജോയിൻ പാകിസ്ഥാൻ. അങ്ങനെ ചിന്ത വരുന്ന രീതിയിലുള്ള ലെറ്റേഴ്സൊക്കെ, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ, അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക കമ്മിറ്റിയൊക്കെ ഷെയ്ഖ് അബ്ദുള്ള രഹസ്യമായിട്ടൊക്കെ ഉണ്ടാക്കി. ഈ വിവരം ഡൽഹിയിൽ അറിയുമ്പോഴും നെഹ്റുവൊക്കെ അറിയുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതും 3-4 വർഷം ജയിലിൽ കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അതിനുശേഷം അന്ന് ഡൽഹി പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ അവിടെ, ഇന്നും പ്രധാനമന്ത്രിയാണ് അവിടെ വയ്ക്കുകയും അന്ന് കാശ്മീരിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന പല അധികാരങ്ങളും സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കാരണം ആ അധികാരങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ കാശ്മീരിൻ്റെ സ്വഭാവം മാറും. കാശ്മീർ അസംബ്ലി കൂടിയിട്ട് പാകിസ്ഥാനോട് ചേരണമെന്നൊരു തീരുമാനം പാസ്സാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഇന്ത്യക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിലിടുന്നതും ഒക്കെ. പിന്നീട് ഈ 50 മുതൽ 88 വരെ പല ഘട്ടങ്ങളിലും കാശ്മീരിന് ഇന്ത്യ കൊടുക്കാമെന്ന് പറഞ്ഞ സെൽഫ് ഗവേണിംഗ് അധികാരങ്ങൾ ഒന്നൊന്നായി കുറയുകയാണ്. ഗവർണർ വരുന്നു, അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്നുള്ള ഓർഡർ പാർലമെൻറ്റ് പാസ്സാക്കുന്നു. അങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ കാശ്മീരിനെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സമയത്ത് ഇതൊക്കെ അന്ന് അംഗീകരിച്ചു കൊടുത്തിരുന്നുവെങ്കിലും ക്രമേണ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റാം, ഒരു സാധാരണ സ്റ്റേറ്റ് പോലെ ആക്കി മാറ്റാം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോന്നോരോന്ന് ഏറ്റെടുക്കുകയും അത് കാശ്മീരിലെ ജനതയിൽ വലിയ രീതിയിലുള്ള അസംതൃപ്തി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്നും ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, ഹൈ വോൾട്ടേജ് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇൻ ദ ജിഹാദിസ്റ്റ് ലൈൻസ് വെർ വെരി വെരി പോപ്പുലർ ഇൻ മദ്രസാസ് ഇൻ ജമ്മു ആൻഡ് പർട്ടിക്കുലർലി ഇൻ ദ വാലി. അങ്ങനെ 1987 ഒരു തിരഞ്ഞെടുപ്പിൽ ഈ സെപ്പറേറ്റിസ്റ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് തീരുമാനിക്കുന്നു. ഈ പറഞ്ഞ പോലെ ഒരു മുസ്ലിം യുണൈറ്റഡ് കൗൺസിൽ പണ്ടുണ്ടായതിനെ എല്ലാ സെപ്പറേറ്റിസ്റ്റുകളും കൂടെ ചേർന്നിട്ട് ഒരു കൗൺസിൽ ഉണ്ടാക്കുകയും ഒരു വശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും മറുവശത്ത് സെപ്പറേറ്റിസ്റ്റിൻ്റെ ഒരു യുണൈറ്റഡ് കൗൺസിലും ചേർന്ന് ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷനിൽ ചിലപ്പോൾ ഈ യുണൈറ്റഡ് മുസ്ലിം കൗൺസിൽ വിജയിക്കാം എന്നുള്ളൊരു സ്ഥിതി വരുന്നു. അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം, ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1987 മാർച്ച് 23-നാണ്. മാർച്ച് 23 എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ നാഷണൽ ഡേ ആണ്. ഇറ്റ് വാസ് ക്വൈറ്റ് ആക്സിഡൻ്റൽ ദാറ്റ് ഇറ്റ് ഹാപ്പൻ ടു ബി ഓൺ മാർച്ച് 23rd. അന്ന് ആക്ച്വലി ഇറ്റ് ബിക്കെയിം ഫോർ ദി സെപ്പറേറ്റിസ്റ്റ് ആൻ ആൻറ്റി-ഇന്ത്യ ഡേ. ദി ഇലക്ഷൻ ഡേ ഓർ ദി ഈവൻറ്റ്സ് ആൻഡ് മൊബിലൈസേഷൻ ആൻഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് campaigning etc. became a forum for raising anti-India slogans and pro-Pakistani slogans. And this assumed very dangerous proportions, and the people were by and large siding with the United Muslim Council or Federation. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ആ ഇലക്ഷൻ റിഗ് ചെയ്യുന്നത്. ആ ഇലക്ഷൻ അട്ടിമറിച്ചുകൊണ്ട്, അത് അട്ടിമറിച്ചുന്നത് കോൺഗ്രസ് തന്നെയാണ്. അട്ടിമറിച്ച് അന്ന് പ്രധാനമന്ത്രി ആക്കിയത് ഷെയ്ഖ് അബ്ദുള്ളയാണ്. ആ ഇലക്ഷൻ റിഗ് ചെയ്തെന്ന് നമ്മൾ പറയുമ്പോൾ അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇത്തരത്തിലുള്ള പൊളിറ്റിക്സിൽ we cannot always play with morality, otherwise you will lose Pakistan, Jammu and Kashmir. അപ്പോൾ അങ്ങനെ ആ ഇലക്ഷനിൽ ജയിക്കേണ്ട പല സെപ്പറേറ്റിസ്റ്റ് സ്ഥാനാർത്ഥികളും അവരുടെ ഒരു ഇൻറ്റൻഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് അസംബ്ലിയിൽ തന്നെ ഒരു പ്രമേയം അങ്ങ് പാസ്സാക്കുന്നു, ദാറ്റ് വി വാണ്ടഡ് ടു ജോയിൻ പാകിസ്ഥാൻ. അങ്ങനെയൊക്കെയുള്ള അജണ്ടകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു തിരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചത്. പക്ഷേ അട്ടിമറിച്ചു എന്ന് നമ്മളിപ്പോഴും സമ്മതിക്കുകയോ അത്തരത്തിൽ ഔദ്യോഗികമായി നിലപാടെടുക്കുവാനോ നമുക്ക് സാധിക്കില്ല. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് മാത്രമേ നമ്മൾ അതിൽ സമ്മതിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യവും അതിനുശേഷം വളർന്ന് ഇന്നിപ്പം പുൽവാന അറ്റാക്കിൽ വന്ന് നിൽക്കുന്നിടത്തോളമായി കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ജെയ്ഷെ മുഹമ്മദ് അങ്ങനെ 8-10 6-7ഓളം
ജമാഅത്തെ ഇസ്ലാം, ഇങ്ങനെയുള്ള കുറേയധികം സംഘടനകൾ ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ്, ജമ്മു ആൻഡ് കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട്, ഹുറിയത്ത്, ഈ ഹുറിയത്തും ഒക്കെയെല്ലാം ആദ്യം കുറേയെല്ലാം മോഡറേറ്റ് ആയിരുന്നു. പക്ഷേ ദേ ഓൾവേസ് ഇൻസിസ്റ്റഡ് ഓൺ ഇൻഡിപെൻഡൻസ് ആൻഡ് സെപ്പറേഷൻ ഫ്രം ഇന്ത്യ. ഇവർ മോഡറേറ്റ് ആയിരുന്നു, വയലൻസ് ഒന്നും എടുത്തില്ലെങ്കിൽ തന്നെയും ഇവർ ഇങ്ങനെയുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. സോ ദാറ്റ് വാസ് ബേസിക്കലി അഗെയിൻസ്റ്റ് ഇന്ത്യ. ഐദർ ദേ വാണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഈ 88 തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അഫ്ഗാനിസ്ഥാനിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. സോവിയറ്റ് യൂണിയൻ വാസ് ഫോഴ്സ്ഡ് ടു വിഡ്രോ. ആ വിജയം സോവിയറ്റ് യൂണിയനെതിരെ പാകിസ്ഥാനും സൗദി അറേബ്യ അമേരിക്കയും ചേർന്നിട്ടുള്ള സഖ്യത്തിനുണ്ടാകുന്നത് ഇസ്ലാമിക് ടെററിസ്റ്റുകളെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടാണ്. എവരിബഡി നോസ് ദാറ്റ്. അപ്പം സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിക്കഴിയുന്ന സമയത്ത് ദർ ആർ എ ലോട്ട് ഓഫ് ഇസ്ലാമിക് ടെററിസ്റ്റ് അൺഎംപ്ലോയിഡ്. അപ്പോൾ അവർക്കുള്ള ഒരു വിളഭൂമിയായ ഒരു ഫെർട്ടൈൽ ഗ്രൗണ്ടായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ, അവിടെ നിന്ന് ഒത്തിരി പേര് ആ സമയത്ത് ഇവിടെ വരികയും ഒരുപാട് ടെറർ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു 90s ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കാശ്മീരിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിന് വലിയൊരു വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിച്ചു. വെളിയിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള സഹായങ്ങൾ വന്നു. ദർ വാസ് ലോട്ട് ഓഫ് ഫണ്ടിങ് ഫ്രം സൗദി അറേബ്യ ആൻഡ് പർട്ടിക്കുലർലി ഫ്രം പാകിസ്ഥാൻ. അപ്പം അത് വളർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്ത് പോകുന്ന തലത്തിലേക്ക്. ഇത് ഏറ്റവും നന്നായി ഉപയോഗിച്ചത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ എന്ന് പറയുന്നത് ദി അൺഫിനിഷ്ഡ് അജണ്ട ഓഫ് പാർട്ടീഷൻ. നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട് പാകിസ്ഥാനിലെ ആർമിയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന്. ഈ ആർമി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, വൈ ആർമി ഹാസ് അസ്യൂംഡ് എ central stage in Pakistan is because of the reason that the aim of Pakistan army is to snatch Kashmir from India. അങ്ങനെ അത് കാശ്മീർ ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്താൽ മാത്രമേ പാകിസ്ഥാനിലെ ആർമിക്ക് വിശ്രമിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അവരുടെ ഒരു സിദ്ധാന്തം. മാത്രവുമല്ല, ഈ പാകിസ്ഥാൻ 56 ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറുന്നതോടുകൂടി ഇസ്ലാമിക് ഐഡിയോളജി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവിടുത്തെ ആർമിയുടെ കടമയാണെന്ന് അവരുടെ ഒരു ഗ്രീൻ ബുക്സ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ്, അതിലവരത് വലിയ രീതിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, 1971 വാറിൽ പാകിസ്ഥാൻ വാസ് അഗെയിൻ കട്ട് ഇൻ ടു 2. അതും ഇവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവനായിട്ടുള്ള മസൂദ് അസർ പറയുന്ന അദ്ദേഹത്തിൻ്റെ ട്വിറ്റിൽ പറയുന്നത്, സൗത്ത് ഏഷ്യയിൽ രാജ്യാതിർത്തികൾ അന്തിമമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ല. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ഫൈനലല്ല. സോ പാകിസ്ഥാൻ ഹാസ് എ വെരി റിവിഷനിസ്റ്റ് അജണ്ട ഇൻ സൗത്ത് ഏഷ്യ. അപ്പം ഇത്തരം രാജ്യങ്ങൾ, ഇന്ത്യയുടെ കുറേ ഭാഗങ്ങൾ, ഉദാഹരണമായിട്ട് നമ്മുടെ ഈ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാൻ്റെ പിടിയിലായപ്പോൾ പാകിസ്ഥാനിൽ അത് വലിയ സെലിബ്രേഷനായിരുന്നു. കാരണം ഇന്ത്യയുടെ ഒരു സോൾജറെ അതിൽ കിട്ടുക എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് very much celebrated in Pakistan, and in some of the websites they colored the entire South Asia, Indian subcontinent in green. പത്രത്തിലൊക്കെയുള്ള വളരെ എക്സ്ട്രീമായിട്ടുള്ള പൊസിഷൻസ് എടുക്കുകയും സൗത്ത് ഏഷ്യയിൽ ഇന്ത്യയുടെ ബൗണ്ടറി, പാകിസ്ഥാൻ്റെ ബൗണ്ടറി ഇതൊന്നും അന്തിമമല്ല, അതൊക്കെ ഇനിയും നമ്മൾ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഫ്യൂച്ചറിൽ പിടിച്ചെടുക്കേണ്ട പ്രദേശങ്ങളാണെന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സമീപനമാണ് പാകിസ്ഥാൻ എടുത്തിട്ടുള്ളത്. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കാശ്മീരിൽ പ്രശ്നം ടെററിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞു ഈ അൺഫിനിഷ്ഡ് അജണ്ട, അത് വി മസ്റ്റ് ഗെറ്റ് പാകിസ്ഥാൻ. അതിലേക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മിലിറ്ററി ഹാസ് നോട്ട് ഗോൺ ബാക്ക് ഫ്രം ദാറ്റ് ഫിലോസഫി. അതിൽ നിന്ന് പുറമോട്ട് പോവുകയാണെങ്കിൽ പാകിസ്ഥാനിൻ്റെ മിലിറ്ററിക്ക് വലിയ പ്രസക്തി ഇല്ലാത്തവരും. അതുപോലെ തന്നെ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കുവാൻ സാധിക്കില്ല. അപ്പം ഇന്ത്യക്കെതിരെ ഒരു ചിലവുമില്ലാതെ, വലിയ മെറ്റീരിയൽ കോസ്റ്റ് ഇല്ലാതെ ഈസി ആയിട്ട് ഒരു യുദ്ധം ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് കാശ്മീരിലെ ടെററിസത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഏകദേശം 5000-ഓളം ടെററിസ്റ്റുകൾ, ഇന്ത്യ സ്പെസിഫിക് ടെററിസ്റ്റ് പാകിസ്ഥാനിലുണ്ട്. ഈ അമേരിക്കയൊക്കെ ആ ടെററിസ്റ്റുകൾക്കെതിരെ വലിയ നടപടിയെടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്ക എത്രയോ പ്രാവശ്യം പാകിസ്ഥാനിൽ ഡ്രോൺ അറ്റാക്സ് നടത്തിയിട്ടുണ്ട്. പല ടെററിസ്റ്റ് ഹൈഡിങ് ഗ്രൗണ്ട്സൊക്കെ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഇന്ത്യ സ്പെസിഫിക് ടെററിസ്റ്റ് ഹൈഡിങ് സെൻറ്റേഴ്സ് അമേരിക്ക ആക്രമിച്ചിട്ടില്ല. കാരണം അത് പാകിസ്ഥാനുമായിട്ടുള്ള എഗ്രിമെൻ്റാണ്. ഞങ്ങൾ ഇന്ത്യക്കെതിരെ പോരാടുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളാണ്,
അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയിലാണ് അമേരിക്ക യഥേഷ്ടം ഈ വസീറിസ്ഥാൻ റീജിയനിലും ബിൻ പിടിക്കാനും ഒക്കെ കയറി തരത്തിലുള്ള അറ്റാക്ക്. അമേരിക്ക വേണമെങ്കിൽ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ പാകിസ്ഥാനിൽ നടത്താം. പക്ഷേ ഇത് നടത്താൻ പാടില്ല എന്നുള്ള വ്യവസ്ഥയിലാണ് ആ കരാർ നിൽക്കുന്നത്, ഇവർ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ തന്നെ. അപ്പം വളരെ ചിലവ് കുറഞ്ഞ, ഒരു തുള്ളി രക്തം പോലും കളയാതെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുന്നതിൻ്റെ പ്രതീകമായിട്ട്, അതിൻ്റെ മാർഗമായിട്ടാണ് മുംബൈ അറ്റാക്ക്, പാർലമെൻറ്റ് അറ്റാക്ക്, മറ്റ് നമ്മുടെ പത്താൻകോട്ട്, പുൽവാമ, ഇതെല്ലാം പാകിസ്ഥാൻ കാണുന്നത്. അത് പാകിസ്ഥാൻ്റെ ISIയുടെ മിലിറ്ററിയിൽ തന്നെ ഒരു പ്രത്യേക വിങ്ങുണ്ട്. സാധാരണഗതിയിൽ മിലിറ്ററിയിൽ ഒരാളായിരിക്കും ISIയുടെയും തലവനായി വരിക. അപ്പോൾ അത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നുള്ളത് പകൽ പോലെ വെളിച്ചമാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്ര ഉള്ളൊരു വെപ്പണായിട്ടാണ് പാകിസ്ഥാൻ കാശ്മീരിൽ ടെററിസത്തെ കാണുന്നത്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ, അത് ഏത് സാഹചര്യത്തിൽ പരിഹരിക്കപ്പെട്ടാലും താലിബാനും നേതൃത്വമുള്ളൊരു ഗവൺമെൻറ് ആയിരിക്കണം അവിടെ വരേണ്ടത് എന്നും പാകിസ്ഥാന് നിർബന്ധമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ പിന്നോട്ട് പോകേണ്ടി വന്നാൽ പോയി കയറി നിൽക്കാൻ പറ്റുന്ന ഇടമായിട്ടാണ് അവർ അഫ്ഗാനിസ്ഥാനെ കാണുന്നത്. സോ ദേ കൺസിഡർ ഇറ്റ് ആസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക് അസെറ്റ് geographically. So they will always say that we want a government in Afghanistan which is Taliban dominated. So if it is a Taliban dominated government, that they don't face much problem in using it as a strategic asset against India. അപ്പം ഇത്തരത്തിലുള്ള, കാരണം അതുകൊണ്ടാണ് അവർ താലിബാൻ്റെ ജിഹാദിസ്റ്റ് ഫിലോസഫിയുമായി കാശ്മീരിലെ ഫ്രീഡം ഫൈറ്റിനെ എന്ന് പറയുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റികളെ ന്യായീകരിക്കുന്നതും അതിന് പരസ്യമായിട്ട് ധാർമ്മികമായ പിന്തുണ കൊടുക്കുമെന്ന് പറയുന്നതും കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഈ ന്യായം പാകിസ്ഥാനിൽ തീവ്രമായിട്ടുള്ള നിലപാടെടുക്കുന്ന നാഷണലിസ്റ്റുകൾക്ക് പെട്ടെന്ന് വിൽക്കുവാൻ കഴിയുന്നതാണ്. കാരണം നമുക്ക് കിട്ടേണ്ട ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം കിട്ടിയില്ല എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അപ്പീലിംഗ് ആയിട്ടുള്ള, അവരുടെ ഇമാജിനേഷനെയും മൈൻഡ്സിനെയും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തെ ഒന്ന് കാണുമ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ, കുറേ നടന്ന കാര്യങ്ങൾ. ഇങ്ങനെ നടന്ന കാര്യങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് കാശ്മീർ പ്രശ്നം വളരെ സജീവമായി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഇതുമായി ഇതിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ഞാൻ ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചു. സോ ബേസിക്കലി ഇറ്റ് ഈസ് എൻ ഇഷ്യൂ ബിറ്റ്വീൻ ഇന്ത്യൻ നാഷണലിസം ആൻഡ് കാശ്മീരി നാഷണലിസം ബാർ ദ നാഷണലിസം ഓഫ് പാകിസ്ഥാൻ. അല്ലെങ്കിൽ ഇൻ കോണ്ടംപററി ടൈംസ് വി ക്യാൻ കോൾ ഇറ്റ് ജിഹാദിസ്റ്റ് നാഷണലിസം. ആ ഒരു വിഷയം ഇതിലുണ്ട്. മറ്റൊന്ന്, ഈ വിഷയം ഇങ്ങനെ നിൽക്കുവാനുള്ള മറ്റൊരു കാരണം, ഈ പ്രദേശം ഇന്ത്യയിൽ ചേരുന്നതിൻ്റെ ബേസിക് കണ്ടീഷനായിട്ടന്ന് ഷെയ്ഖ് അബ്ദുള്ള വെച്ചത് സെൽഫ് റൂളാണ്. സെൽഫ് റൂൾ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ സ്വാതന്ത്ര്യം തരത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് യോഗ്യമായ രീതിയിലുള്ള സെൽഫ് റൂൾ, റൈറ്റ് ടു ഗവേൺ, 3 കാര്യങ്ങളിൽ ഒഴിച്ച് ബാക്കിയുള്ളതിലുള്ള സെൽഫ് റൂൾ കിട്ടാഞ്ഞതിനെ ഫലപ്രദമായി അവിടുത്തെ പല ഡിവൈസീവ് ഫോഴ്സസ് ഉപയോഗിച്ചതിൽ നിന്നുണ്ടാകുന്ന അസംതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നു. ആ പ്രശ്നം പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ് ആർട്ടിക്കിൾ 70 ഗ്യാരണ്ടി ചെയ്തിരുന്ന കാര്യങ്ങൾ അവിടുത്തെ ജനതയ്ക്ക് കിട്ടിയില്ല എന്നുള്ള അവരുടെ പരാതി. അപ്പോൾ ഈ ആർട്ടിക്കിൾ 70 നമ്മൾ പിൻവലിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് റൂൾ തരില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് അത് വലിയ ഒരു വിവാദമായി സെപ്പറേറ്റിസ്റ്റൊക്കെ. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെപ്പറേറ്റിസ്റ്റിന് അവിടുത്തെ വികാരം ആളിക്കെത്തിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് എല്ലാ നമ്മുടെ എഗ്രിമെൻറ്റുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ പരിഹരിക്കും? ഇവർക്ക് സെൽഫ് റൂൾ കൊടുക്കണമോ? എത്രമാത്രം കൊടുക്കാൻ പറ്റും? എങ്ങനെ കൊടുക്കാം? അവരുടെ നാഷണലിസ്റ്റ് ഫീലിങ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ഈ ജനതയെ നമുക്ക് എങ്ങനെ കൂടെ നിർത്താം? പിന്നീട് ഈ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ നടക്കുന്ന ജിഹാദ് ടെററിസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നമുള്ളത്. അപ്പം അത് പരിഹരിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും പാകിസ്ഥാൻ പറയാറുണ്ട് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല എന്ന്. അതിൽ കുറച്ച് വാസ്തവമുണ്ട്. കാരണം
കുറേ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഇന്ത്യക്കെതിരെ വർക്ക് ചെയ്യുന്നത് പാകിസ്ഥാൻ്റെ സപ്പോർട്ട് കൂടിയാണ്. ഇനി പാകിസ്ഥാൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കൂടി വേറെ കുറേ ലക്ഷറി തൊയ്ബ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഇന്ത്യക്കെതിരെ വർക്ക് ചെയ്യും. ദേ ഡോണ്ട് നീഡ് ദ സപ്പോർട്ട് ഓഫ് പാകിസ്ഥാൻ ബിക്കോസ് ദേ ഹാവ് എ ഗ്ലോബൽ നെറ്റ്വർക്ക്. ഐസിസ് അവർ പാകിസ്ഥാൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം, ബട്ട് ഈവൻ വിതൗട്ട് പാകിസ്ഥാൻ സപ്പോർട്ട് ദേ ക്യാൻ വർക്ക്. അപ്പോൾ ഈ കാശ്മീരിലെ പ്രശ്നം ഈ ഗ്ലോബൽ ജിഹാദി ടെററിസ്റ്റുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്. അതിനെ ഒന്നുകൂടി സങ്കീർണമാക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, പാകിസ്ഥാനിലെ മിലിറ്ററിയുടെ നിലനിൽപ്പ് തന്നെ ഇന്ത്യ റൈവൽറി ബേസ്ഡാണ്. ഇന്ത്യ ഒരു ശത്രു രാജ്യമായി കാണുന്നത് കൊണ്ടാണ് പാകിസ്ഥാനിലെ ആർമിക്ക് അത്രയും മിലിറ്ററി ഉള്ളത്. പാക് ആർമി ഈസ് ദ ലാർജസ്റ്റ് ഇൻഡസ്ട്രി ഇൻ പാകിസ്ഥാൻ ഇൻ ടേംസ് ഓഫ് റണ്ണിങ് സ്കൂൾസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ് ഹൗസസ് ആൻഡ് സോ ഓൺ. ഏറ്റവും വലിയ എലീറ്റ് ഗ്രൂപ്പാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമി ഏറ്റവും അൺഇസ്ലാമിക്കാണ്. കാരണം അവർ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ്. അതേസമയം പാകിസ്ഥാൻ ആർമിയിലെ മറ്റൊരു വിങ് ഈസ് വെരി ഓർത്തഡോക്സ് ഇസ്ലാമിക് ഗ്രൂപ്പുമാണ്. അപ്പം ഇവരുടെ ഒരു പവർ ഡൈനാമിക്സിനെ നമുക്കെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? പലപ്പോഴും ഇപ്പോൾ മുഷറഫിൻ്റെ സമയത്തും വാജ്പേയിയുടെ സമയത്തും മൻമോഹൻ്റെ സമയത്തും ഒക്കെ നമ്മൾ ഒരു പരിഹാരത്തിൻ്റെ അടുത്ത് വരെ എത്തിയതാണ്. അപ്പോഴാണ് മുംബൈയിൽ ആ പരിഹാരം ഏകദേശം അടുത്ത് വന്നപ്പോഴാണ് മുംബൈ അറ്റാക്ക് ഉണ്ടാകുന്നത്. അതുപോലെ ഇത് ഓരോ സാഹചര്യത്തിലും അല്പം ഒരു പരിഹാരത്തിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ളൊരു വലിയ അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു ചിത്രമുള്ളതിൻ്റെ ഒരു കാരണം അതിനെ പാകിസ്ഥാൻ ആർമിയും ISIയും എതിർക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ആർമിയിൽ നിന്ന് കിട്ടുന്ന ഒരു ടെററിസ്റ്റിന് കിട്ടുന്ന സപ്പോർട്ട്, പാകിസ്ഥാൻ ആർമിയുടെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഇന്ത്യ ശത്രുതയിൽ, ഇന്ത്യ ആസ് അവർ എനിമി എന്നുള്ളൊരു സിദ്ധാന്തത്തിലാണ്. അത് ഇവിടെ വലിയ രീതിയിൽ ഉപയോഗിക്കും. പിന്നെ കാശ്മീരിൽ സംഭവിച്ചിരിക്കുന്ന നമ്മളൊക്കെ പറഞ്ഞു കേൾക്കാറുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്റ്റും മിലിറ്ററി വലിയ രീതിയിൽ അവിടെ ഉള്ളതുമൊക്കെ ജനങ്ങളെ അകറ്റുന്നതിലും ചിലപ്പോൾ അതിന് സെക്യൂരിറ്റി ഫോഴ്സസിന് വേണ്ടിയുള്ള ലിമിറ്റഡ് ഓപ്ഷൻസേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ ദാറ്റ് പ്ലേസ് എ റോൾ ഇൻ ഏലിനേറ്റിംഗ് ദ പീപ്പിൾ, ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇത് കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മറ്റ് മേഖലകളിൽ നിൽക്കുന്ന സംഘർഷങ്ങൾ, ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒരുപോലെ ശക്തിപ്പെടുത്തി വരുന്ന റൈറ്റ് വിങ് നാഷണലിസം. അപ്പോൾ നമ്മൾക്ക് നെഹ്റുവിൻ്റെ കാലത്ത് അത് പറഞ്ഞിരുന്നത് ഇന്ത്യൻ നാഷണലിസം വേഴ്സസ് കാശ്മീരി നാഷണലിസം എന്നാണ്. ഇപ്പോൾ അത് മാറിയിട്ട് ഇറ്റ് ഹാസ് ബിക്കം ഹിന്ദു നാഷണലിസം വേഴ്സസ് ഇസ്ലാമിക് നാഷണലിസം. ആ ഒരു ചേഞ്ച് ഓൾസോ കോംപ്ലിക്കേറ്റ്സ് മാറ്റേഴ്സ് ആൻഡ് ദാറ്റ് ഹാസ് അസ്യൂംഡ് ഇൻ്റർനാഷണൽ ഡയമെൻഷൻസ്. ഇപ്പോൾ കൂടുതലായിട്ട് അതിനൊരു ഹിന്ദു മുസ്ലിം റൈവൽറിയുടെ സ്വഭാവം വീണ്ടും കടന്നു വരികയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുവാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള, ആരൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്താലും അവർ ആൻറ്റി നാഷണൽ ആകുവാൻ വളരെ സാധ്യതകൾ, അങ്ങനെ ചിത്രീകരിക്കപ്പെടുവാൻ വളരെ സാധ്യതകളുള്ള ഒരു പ്രശ്നത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ നമുക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി ഞാൻ കാണുന്നത് അവിടുത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരായി ചിന്തിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഇന്ത്യയോടൊപ്പം ചേരുവാൻ അവർ തയ്യാറല്ല. പല രേഖകളിലും പറയുന്നത്, ഇപ്പം അവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ 95% ഒന്നുകിൽ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാനോടൊപ്പം പോകണമെന്നാണ്. ഇപ്പോൾ പാകിസ്ഥാൻ എലമെൻറ്റ്സ് വളരെ സ്ട്രോങ് ആണ് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിൽ. പക്ഷേ ജനങ്ങളുടെ ആഗ്രഹം അവർക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കണമെന്നുള്ളത്. ഭൂരിപക്ഷം അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്താൽ നിൽക്കും. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിനെ നമ്മൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിർത്തി കഴിഞ്ഞാൽ the very next day Pakistan army will intervene and it will become a part of Pakistan. അതിൻ്റെ അത് സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളാൽ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേർ വളരെയധികം സമയമിരുന്ന് ചർച്ച ചെയ്തിട്ടും പരിഹാരം കാണുവാൻ കഴിയാത്ത സങ്കീർണമായ പ്രശ്നമാണ്. അപ്പോൾ ഈ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഉണങ്ങാത്ത മുറിവായി 4 യുദ്ധങ്ങൾ, നിരവധി ടെററിസ്റ്റ് അറ്റാക്കുകൾ, ഈ പുൽവാന അറ്റാക്കിനും ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇന്നും ഒരാൾ മരിച്ചിട്ടുണ്ട്. ഒരു സോൾജിയർ ഇന്നും മരിച്ചിട്ടുണ്ട്. 8-10ഓളം പേർ അതിന് ശേഷം മരിച്ചു. നമ്മൾ മരിച്ചവരുടെ കണക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പരിക്കേൽക്കുന്നവർ, അതിർത്തി മേഖലകളിൽ സംഘർഷങ്ങളുടെ ഭാഗമായി ബങ്കറിലും മറ്റുമൊക്കെ താമസിക്കുന്നവർ, സ്കൂള് മറ്റ് സാമൂഹ്യ ജീവിതമൊക്കെ പൂർണ്ണമായും നിർത്തിയിട്ട് റെഫ്യൂജി ക്യാമ്പിൽ താമസിക്കുന്നവർ, ഇതൊക്കെ അവിടുത്തെ നിത്യസംഭവങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ
ദുഃഖകരമായ ഒരു ഉണങ്ങാത്ത മുറിവായാണ് കാശ്മീർ നിലനിൽക്കുന്നതെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ആമുഖമായി പറയാനുള്ളത്. അത്രയ്ക്ക് സങ്കീർണമായിട്ടുള്ള, വിട്ടുവീഴ്ച ആർക്കും ചെയ്യാൻ പറ്റാത്ത, ചെയ്താൽ ആ രാജ്യത്ത് അവർ ദേശവിരുദ്ധരാകുന്ന ഒരു സിറ്റുവേഷനിലാണ് കാശ്മീർ ഇങ്ങനെ പുകഞ്ഞുകൊണ്ട് നിൽക്കുന്നത്.